പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും പുറത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവ് തന്ന ഈ ദിവസം ആഘോഷത്തോടെ ജീവിക്കാം. പരിശുദ്ധാത്മാവിന് നമ്മളെ നയിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദയംപേരൂർ ദേവാലയത്തിൽ നടന്ന ആ കൊടിയ തിന്മ, വൈദികനെ കെണിയിലാക്കാൻ ഒരുങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട പാവത്തിനെ രക്ഷിച്ചു. അല്ലെങ്കിൽ അദ്ദേഹവും ഒരു ഹണി ട്രാപ്പുകാരനായേനെ. അതിന് നേതൃത്വം കൊടുക്കുന്നത് പാമ്പ്ലാനിയാണെന്ന് കേൾക്കുന്നു, അറിയില്ല. ആണെങ്കിൽ ഇതേ കെണിയിൽ തന്നെ ഈ പാർട്ടി വീണിട്ടുണ്ടെന്നുള്ളതല്ലേ സത്യം. എന്നെ ഒരാൾ കെണി വെച്ച് പിടിച്ചാൽ, ആ കെണിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാതിരുന്നാൽ, ശരിക്കും അതേ കെണി മറ്റൊരാൾക്ക് വേണ്ടി ഒരുക്കാമെന്നല്ലേ അതിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ആ പാവപ്പെട്ട അച്ഛനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവജനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. കാണിച്ചു തരാമെന്നും പറഞ്ഞു പോയിരിക്കുന്നു. എന്തും വരട്ടെ, എന്തും കാണിക്കട്ടെ. മനസ്സിലാക്കിക്കൊള്ളുക, കർത്താവിൻ്റെ ബലിപീഠം അശുദ്ധമാക്കാൻ സാത്താൻ സൈന്യം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ഇടവക ദേവാലയത്തിൽ ഈ സംഭവങ്ങൾ അങ്ങനെ മൂർച്ച പിടിച്ചു വരുന്ന സമയത്ത് ആ ഇടവകയിലുണ്ടായിരുന്ന സഭയ്ക്കെതിരെ നിൽക്കുന്ന സകല പെണ്ണുങ്ങളെയും വിളിച്ച് ചുറ്റുമിരുത്തിക്കൊണ്ട് പരിശുദ്ധ ബലിപീഠത്തിന് പുറകു തിരിഞ്ഞിരുന്നു കൊണ്ട്, സ്ത്രീകളുടെ നടുവിലിരുന്നു കൊണ്ട് ഫോട്ടോ എടുത്തു. ഇത്ര പറഞ്ഞതെത്രയോ, ഇവിടെ വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കാനാ. സാധാരണ വിവേകമുള്ള വൈദികരൊക്കെ സ്ത്രീകളോട് ഒരു മിനിമം അകലം പാലിച്ച് ജീവിക്കാറുള്ളൂ. ബൈബിൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്താണ്? സ്ത്രീയുടെ എല്ലാ നന്മകളേക്കാൾ നല്ലത് പുരുഷന്റെ ദുഷ്ടതയാണെന്ന്. സ്ത്രീയോട് അടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടില്ലാത്ത പുരോഹിതരൊന്നുമല്ല. ഇത്തരം കൊടിയ തിന്മകൾക്ക് പോകാൻ ഇതൊരു നല്ല അവസരമാണ്. മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ പരിശുദ്ധ ബലിപീഠത്തെ അശുദ്ധമാക്കിയ പുരോഹിതൻ, അതിന് മുമ്പിരുന്ന മറ്റൊരു നല്ല പ്രായമുള്ള പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം സഭയോട് ചേർന്ന് നിന്ന് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടി. വന്നപ്പോൾ വിചാരിച്ചു, ഇതൊരു നല്ല പാട്ടുകാരൻ അച്ഛനാണല്ലോ, ആ ബലിപീഠം മുഴുവൻ അശുദ്ധമാക്കിയിട്ടാണ് പോകുന്നത്. കാരണം പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പായം ഇട്ടുണ്ടായിരുന്നു കുർബാനയില്ലേത്. ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മ എണ്ണി പറഞ്ഞാൽ വലിയ കഷ്ടമാണ്, സങ്കടം തോന്നും. മനുഷ്യനോട് സംസാരിക്കുകയല്ല. പരിശുദ്ധ കുർബാന, എൻ്റെ അപ്പൻ്റെ ആണ്ടിനൊരു കുർബാന ചെല്ലിക്കാനായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു, കുർബാനയ്ക്ക് കാശ് വാങ്ങുകയില്ല. അത് പിന്നെ തെരുവിലിരുന്നൊരു പാവത്തിന് കൊടുത്തു. അവൻ്റെ വിശപ്പടങ്ങുമ്പോഴെങ്കിലും അവനെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ വിടുതൽ കിട്ടുമല്ലോ. ഇത്തരത്തിലാണ് ജീവിതം. ആ ബലിപീഠത്തിൽ ബലി അർപ്പിച്ച ബലിപീഠം അശുദ്ധമാക്കി. ചന്തയ്ക്ക് പോകുന്നവനൊരു സഞ്ചി കൊണ്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് വെറുതെ രണ്ട് കൈയും വീശി ബലിപീഠത്തിലേക്ക് വരുന്നു. ആ തരത്തിലായിരുന്നു ആ ജീവിതം പോയത്. അവസാനം തകർക്കാവുന്നത് മുഴുവൻ തകർത്ത്, കൊള്ളയടിക്കാവുന്നത് മുഴുവൻ കൊള്ളയടിച്ച് ആണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ ബലിപീഠത്തിൻ്റെ മുൻപിൽ ബലി അർപ്പിക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ, തൻ്റെ കരം തളർന്നു പോയ, വലത് കരം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, മകനാണ് അപ്പനെ കൊണ്ടുവന്നത്. പരിശുദ്ധ ബലിപീഠത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് അദ്ദേഹം ചെല്ലുമ്പോൾ തിരുരക്തത്തിൽ മുക്കിയ തിരുവോസ്തി കയ്യിലേ കൊടുക്കത്തുള്ളൂ. അയാളുടെ മുന്നിൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അയാൾ വായും പൊളിച്ച് നിൽക്കുക, കൊടുക്കില്ല. അവസാനം ആ മനുഷ്യൻ്റെ മകൻ ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ കൈ പൊങ്ങുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാവിൽ വെച്ചു കൊടുത്തത്. മറ്റൊരിക്കൽ തിരുരക്തത്തിൽ മുക്കിയ തിരുവോസ്തി തറ വീണു. ആരുടെ കയ്യിലോട്ടാണ് കൊടുത്ത, ആ സ്ത്രീ മുട്ടുകുത്തി ആ തിരുവോസ്തി എടുത്ത് ഭക്ഷിച്ചു. തിരുരക്തം താഴെ പറ്റി. ഞാൻ വയ്യാത്ത മനുഷ്യനായതുകൊണ്ട് വീൽ ചെയറിൽ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. എന്നിട്ട് പരിശുദ്ധ കുർബാന കൊടുത്തു കഴിഞ്ഞ് പുരോഹിതൻ ഒരു കൂസലുമില്ലാതെ ബലിപീഠത്തിലേക്ക് നടന്നു കയറി. ആത്മാക്കളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇവൻ്റെയൊക്കെ അന്ത്യം എങ്ങനെയായിരിക്കും? ഉറപ്പ്,
അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സഭ പറയുന്ന ബലിയിൽ പങ്കെടുക്കും. ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. ഏത് സമവായം വന്നാലും അതിൻ്റെ മുകളിൽ നിന്ന് ഇടിത്തീ പോലെ ഈ കൊടിയ തിന്മയ്ക്ക് കൂട്ടുനിന്നവൻ്റെ എല്ലാം മണ്ടയ്ക്ക് പിടിവീഴും. സഭയുടെ മുതൽ കൊള്ളയടിക്കാൻ എത്ര തരത്തിലാണ് ഈ കൊടിയ തിന്മ രൂപം മാറി വരുന്നത്. ചങ്കുവേദനയോടെ പറയുക, ഞാനിനിയും എൻ്റെ ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ബലിയിൽ മുടക്കം വരുത്തില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ ബലിപീഠത്തിൽ ബലി അർപ്പിക്കപ്പെടും. 101% ഉറപ്പ്. ഇപ്പോൾ വിമതരായി നിൽക്കുന്ന സഹോദരങ്ങളെ, ഇപ്പം നിങ്ങളുടെ കൂടെ ആളില്ലെന്നേ. അധികാരികളെ ദേവാലയത്തിൽ കയറ്റാതെ അർഹതയില്ലാത്തവൻ ബലി അർപ്പിച്ചാൽ എവിടുന്ന് ആ ബലി? കുർബാന മുടക്കുള്ളവൻ്റെ മുൻപിൽ മുട്ടുകുത്തി കുമ്പസാരിക്കുമ്പോൾ ഇത് നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ ആത്മാവിനെ നിത്യനാശത്തിലേക്ക്. പറയാം, ഗോവിന്ദച്ചാമി സ്വർഗത്തിൽ പോയാലും ഈ കൊടിയ തിന്മ കാണിച്ച ഒരൊറ്റ പുരോഹിതനും സ്വർഗത്തിൽ പോവില്ല. ഗോവിന്ദച്ചാമിയുടെ ഒരു ബലഹീനത കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഇത് അറിവുണ്ടായിട്ട് അറിവിൽ നിന്നുകൊണ്ട് നിത്യനാശത്തിലേക്ക് നിരവധി ആത്മാക്കളെ പറഞ്ഞു വിടുന്ന നിങ്ങൾ ഏത് തരത്തിൽ എവിടെ ചെന്ന് കയറും? ഗോവിന്ദച്ചാമിക്ക് കിട്ടുന്ന അത്രയും കരുണ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഗോവിന്ദച്ചാമി ചെയ്തത് തെറ്റാ 100%. ആ മനുഷ്യനോടും ദൈവം കരുണ കാണിക്കും, പക്ഷെ നിന്നോടൊന്നും കാണിക്കുകയില്ല. ഈ വിമത പുരോഹിതരോട് ദൈവം കരുണ കാണിക്കില്ല. അത് പറയാൻ നീ ആരാടാ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകും. നിനക്കൊന്നും കരുണയില്ല. നീയൊക്കെ ദൈവത്തെയും മനുഷ്യനെയും വെല്ലുവിളിക്കുന്ന മനുഷ്യനായി മാറിയിരിക്കുന്നു. നിനക്കൊന്നും കരുണയില്ലാത്തതിനാൽ ഒരിക്കലും നീയൊന്നും സ്വർഗരാജ്യം പേര് എഴുതി കാണുന്നതല്ലാതെ ആ ദൈവസന്നിധിയിൽ എത്തില്ല. ചങ്കുവേദനയോട് പറയുകയാണ്, നിർത്തുകയാണ്. ഈ അഹങ്കാരം നിർത്തുക, ഈ തിന്മ നിർത്തുക, ഈ ദൈവത്തെ വെല്ലുവിളിക്കുന്ന നിഷേധം നിർത്തുക. അത് നിങ്ങൾക്ക് ഒത്തിരി നന്നായിരിക്കും. ലോകത്തിന് അതൊരു വലിയ ദൈവാനുഗ്രഹമായിരിക്കും. ഇപ്പോൾ തലശ്ശേരി രൂപതയിൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് വിമത കുർബാന വേണമെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. പാമ്പളാനി പിതാവേ, അങ്ങയുടെ കൂടെ നിന്നൊരച്ഛൻ ആരാടാ? ഞങ്ങളുടെ വികാരി, ഞങ്ങളുടെ ബിഷപ്പിനെ എതിരെ സംസാരിച്ചെന്ന് ചോദിച്ചു. അയാളും അതുപോലെ തന്നെ ഒരു കൊച്ചമ്മ വന്നല്ലോ, അവരും ഒക്കെ കാണാൻ പോണു. അവിടെ വിമത കുർബാന ചെല്ലാൻ ആൾ റെഡി ആയിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ അറിവാണ് കേട്ടോ. സംഭവിച്ചിരിക്കും. കൊടുത്തത് തന്നെ തിരിച്ചു കടിക്കും. മൂർഖം പാമ്പിനെ വളർത്തിയവനെ മൂർഖം പാമ്പ് കടിക്കും. ഉറപ്പാ. അവനോട് സഹതാപം തോന്നില്ല എന്ന് ബൈബിൾ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂർഖം പാമ്പിൻ്റെ കടി കൊള്ളാതിരിക്കണമെങ്കിൽ ദൈവഭയത്തോടെ ജീവിക്കണം. പിതാക്കന്മാരെ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബോധമില്ല, നിങ്ങളും നശിക്കും. ദൈവജനത്തെ ദൈവം കരങ്ങൾ ഉയർത്തും, സംശയമൊന്നും വേണ്ട. നിന്നെ ഒന്നും ദൈവം വിടത്തില്ല. ധാരണ നീ പറയാൻ ഞാനുണ്ട്, ഞാൻ പറയാൻ ഞാൻ ആളാ. കാരണം ദൈവം എനിക്ക് കുറേ ബോധം തന്നിട്ടുണ്ട്. ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. സഭാ ചരിത്രമോ സഭ പാരമ്പര്യങ്ങളോ കുറേയൊക്കെ പഠിക്കാനൊരു ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ്. ഇന്ന് ഞാൻ വയ്യാതിരിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവിനൊരു വയ്യാഴികയില്ല. നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. അതിനെതിരെ നിൽക്കുന്ന ആരോടും കോംപ്രമൈസ് ചെയ്യുകയില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. അങ്ങനെ ചേർന്ന് നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ.